തിയേറ്റർ റിലീസിൽ ആരും ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് OTT റിലീസിന് ശേഷം വലിയ ചർച്ചയാവുകയും ചെയ്ത ചിത്രമായിരുന്നു ഭരതനാട്യം. അധികം ട്വിസ്റ്റും ബഹളങ്ങളുമില്ലാത്ത എന്നാൽ ഒരുപാട് ചിരികളുമുള്ള ചിത്രമായിരുന്നു ഇത്. നാട്ടിൽ നല്ല മതിപ്പും കാര്യവുമുള്ള ഭരതൻ നായർക്ക് മറ്റൊരു കുടുംബമുണ്ടെന്ന സത്യം വീട്ടുകാർ അറിയുകയും പിന്നീട് അത് നാട്ടുകാർക്ക് മുന്നിൽ പിടിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്ന കഥയുമായിരുന്നു ആദ്യത്തെ ഭാഗത്തിലേത്. ഒളിപ്പിച്ചു വെച്ച രഹസ്യം നാട്ടുകാർക്ക് മുന്നിൽ വെളിവാകുന്നിടത്താണ് ഭരതനാട്യം അവസാനിച്ചത്. അതേയിടത്ത് നിന്ന് തന്നെയാണ് രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. എന്നാൽ ആദ്യ ഭാഗത്തിൽ നിന്ന് റോണറിൽ ഒരു ഗംഭീര ഷിഫ്റ്റ് സംവിധായകൻ നടത്തിയിട്ടുണ്ട്. പുതിയ ചില കഥാപാത്രങ്ങൾ വരികയും അതിനൊപ്പം പഴയ കഥാപാത്രങ്ങൾ ആദ്യ ഭാഗത്തിലെ അതേ മീറ്ററിൽ തന്നെ പെർഫോം ചെയ്യുകയും ചെയ്തപ്പോൾ മികച്ച സിനിമാനുഭവമായിരുന്നു ലഭിച്ചത്. ഡാർക്ക് ഹ്യൂമർ ഇത്രയേറെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച മലയാള ചിത്രം ഈ അടുത്തൊന്നും വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. നാട്ടിലെ വസ്തുവെല്ലാം വിറ്റ് രുക്മിണിയമ്മയ്ക്ക് നല്ലൊരു വീട് സ്വന്തമാക്കി കൊടുക്കുന്ന ശശിധരനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ട്രെയിലറിൽ കാണിച്ചതുപോലെ ആ കുടുംബത്തിന്റെ സ്വസ്ഥത ഇല്ലാതാക്കാനായി ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരികയും അയാളെ കൊല്ലേണ്ടി വരികയും ചെയ്യുന്നിടത്ത് ചിത്രം മറ്റൊരു ലെവലിലേക്ക് കടക്കുന്നു. സാധാരണ ക്രൈം ത്രില്ലർ റോണറിലാണെങ്കിൽ അമിതമായ വയലൻസ് കാരണം A സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ട ചിത്രമായേനെ മോഹിനിയാട്ടം. എന്നാൽ കൃത്യമായി അതിനെ കോമഡിയിലേക്ക് ബ്ലെൻഡ് ചെയ്തപ്പോൾ ഗംഭീര സിനിമാനുഭവമായി മാറി. ആദ്യ ഭാഗത്തിൽ രണ്ട് കുടുംബങ്ങളെ പറ്റിച്ച ഭരതൻ നായരുടെ റേഞ്ച് നമ്മൾ വിചാരിച്ചതിലും അപ്പുറമാണെന്ന് ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാവരും സ്കോർ ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തൊട്ടാൽ കൊള്ളുന്ന ചില വിഷയങ്ങളെ അങ്ങേയറ്റം എയറിലാക്കി ട്രോളുന്നുമുണ്ട്. വ്യത്യസ്തമായ ആചാരങ്ങളും പ്രസാദങ്ങളും നൽകുന്ന അമ്പലങ്ങളെയാണ് സംവിധായകൻ ഇത്തവണ വിമർശിക്കുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ആദ്യ ഭാഗത്തിലുണ്ടായിരുന്ന എല്ലാവരും അതേ റേഞ്ചിൽ തന്നെ ഇപ്രാവശ്യവും പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നന്ദു പൊതുവാളും കലാരഞ്ജിനിയും കുറച്ചധികം സ്കോർ ചെയ്തെന്ന് തന്നെ പറയാം. ഗംഭീര കൗണ്ടറുകളാണ് ഇരുവരും ചില സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നത്. പുതിയ കഥാപാത്രങ്ങളിൽ സുരാജ് വെഞ്ഞാറമൂട് ആദ്യാവസാനം നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഒരേ സമയം കോമഡിയും സീരിയസും മാറി മാറി പെർഫോം ചെയ്ത് ആ കഥാപാത്രത്തിന്റെ റേഞ്ച് വേറെ ലെവലാക്കി. ഈ അടുത്ത് മലയാളത്തിൽ ഹിറ്റായ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ ഡാർക്ക് ഹ്യൂമർ വേർഷൻ എന്ന് സുരാജ് അവതരിപ്പിച്ച ഗോവിന്ദരാജയെ പറയാം. ഞെട്ടിച്ചു കളഞ്ഞത് ബേബി ജീനാണ്. പാട്ടുപാടാൻ മാത്രമല്ല സ്ക്രീനിൽ ഗംഭീര പ്രകടനം നടത്താനും അറിയാമെന്ന് ആലപ്പുഴ ചിങ്കാനയിലൂടെ ബേബി ജീൻ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ നല്ല വെടിപ്പായി ഹ്യൂമർ ചെയ്ത് വലിപ്പിക്കാനും സാധിക്കുമെന്ന് മോഹിനിയാട്ടത്തിലൂടെ കാണിച്ചു തന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു സീനിൽ ബേബി ജീനിന്റെ പെർഫോമൻസ് കണ്ട് ചിരി നിർത്താൻ തന്നെ പാടുപെട്ടു. നിസ്താർ ഷെറ്റ് സന്തോഷ് നായർ കോമ്പോ ഗംഭീരമായിരുന്നു. ആദ്യമൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത ജഗദീഷ് അവസാനത്തോടടുക്കുമ്പോൾ നടത്തിയ പെർഫോമൻസിനെ ഗംഭീരമെന്നേ പറയാനാകും. മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ഇമോഷണൽ സീനുകളിലൊന്ന് ജഗദീഷ് പറഞ്ഞപ്പോൾ തിയേറ്ററിൽ ചിരിയുടെ പൂരമായിരുന്നു. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വന്ന വിനയ് ഫോർട്ടും മോശമല്ലാത്ത രീതി തന്റെ കഥാപാത്രത്തെ മികച്ചതാക്കി. റെഫറൻസ് ഡയലോഗുകൾ ചിലത് കൃത്യമായി വർക്കായിട്ടുണ്ട്. വെളുത്തിട്ട് പാറ്, ഏഴാം അറിവ്, ബിഗിൽ, ദൃശ്യം 4 റെഫറൻസിനെല്ലാം തിയേറ്ററിൽ കിടിലൻ റെസ്പോൺസ് ആയിരുന്നു. ആദ്യ ഭാഗം തിയേറ്ററിൽ പരാജയമായിരുന്നിട്ടും രണ്ടാം ഭാഗത്തെ സമീപിക്കാൻ കൃഷ്ണദാസ് മുരളി കാണിച്ച കോൺഫിഡൻസ് വിജയിച്ചെന്ന് തന്നെ പറയാം. മൊത്തത്തിൽ ഭരതനാട്യം കണ്ട് ഇഷ്ടമായവർക്കെല്ലാം തിയേറ്ററിൽ ചിരിച്ചു മറിയാൻ കഴിയുന്ന ചിത്രം തന്നെയാണ് മോഹിനിയാട്ടം.